Okay, next chapter. It's the last chapter in our syllabus. The module 3 last chapter. Okay. So Stokes theorem എന്നാണ് ചാപ്റ്ററിന്റെ പേര്. സോ ഫസ്റ്റ് തന്നെ ഇതിനകത്ത് സ്റ്റേറ്റ് ചെയ്യുന്നത് സ്റ്റോക്സ് തിയറം ആണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ സിലബസിൽ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു ലൈൻ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, ഒരു ഡബിൾ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, ഇനി ഡബിൾ ഇൻ്റഗ്രൽസിൽ തന്നെ സർഫസ് ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അതിനുശേഷം ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് നമ്മൾ പഠിച്ചു. ഗ്രീൻസ് തിയറവും ഗോസ് ഡൈവർജൻസ് തിയറം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻസ് തിയറം പറയുന്ന ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? ഒരു ലൈൻ ഇൻ്റഗ്രൽ അലോങ് എ ക്ലോസ്ഡ് കർവ്. ഓക്കെ, ഒരു ലൈൻ ഇൻ്റഗ്രലും അതേപോലെ ഒരു ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റിംഗ് അലോങ് എ പ്ലെയിൻ. ഓക്കെ, ഒരു ലൈൻ ഇൻ്റഗ്രലും ഡബിൾ ഇൻ്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു ഗ്രീൻസ് തിയറം പറയുന്നത്. ആ ലൈൻ ഇൻ്റഗ്രൽ അലോങ് എ ക്ലോസ്ഡ് കർവ് ആണ്. സോ ഒരു ലൈൻ ഇൻ്റഗ്രൽ അലോങ് എ ക്ലോസ്ഡ് കർവും ഡബിൾ ഇൻ്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആണ് ഗ്രീൻസ് തിയറം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പഠിച്ചൊരു തിയറമാണ് ഗോസ് ഡൈവർജൻസ് തിയറം. ഗോസ് ഡൈവർജൻസ് തിയറം ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു പറയുന്നത്? ഒരു സർഫസ് ഇൻ്റഗ്രലും ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രലും അഥവാ വോളിയം ഇൻ്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആണ് ഗോസ് ഡൈവർജൻസ് തിയറം പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറമാണ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറത്തിൽ ഒരു ലൈൻ ഇൻ്റഗ്രലും ഒരു സർഫസ് ഇൻ്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുക. സോ ഇവിടെയും ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത അലോങ് എ ക്ലോസ്ഡ് കർവ് ആണ്. സോ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റഡ് അലോങ് എ ക്ലോസ്ഡ് കർവും സർഫസ് ഇൻ്റഗ്രലും തമ്മിലുള്ള റിലേഷൻ പറയുന്ന തിയറമാണ് സ്റ്റോക്സ് തിയറം. സോ ഫസ്റ്റ് തന്നെ സ്റ്റോക്സ് തിയറം ആണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റോക്സ് തിയറം അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റോക്സ് തിയറത്തിലേക്ക് പോവാം. ലെറ്റ് സിഗ്മ ബി എ പീസ് വൈസ് സ്മൂത്ത് ഓറിയന്റഡ് സർഫസ് ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ സിമ്പിൾ ക്ലോസ്ഡ് പീസ് വൈസ് സ്മൂത്ത് കർവ് സി. സോ ഇവിടെ സിഗ്മ എന്ന് പറയുന്ന ഒരു പീസ് വൈസ് സ്മൂത്ത് സർഫസ് ആണ്. കൂടാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതൊരു ഓറിയന്റഡ് സർഫസ് ആണ്. ഓക്കെ, അതിനൊരു ഓറിയന്റേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ സിമ്പിൾ ക്ലോസ്ഡ് പീസ് വൈസ് സ്മൂത്ത് കർവ് സി. ഈ സർഫസിന്റെ ബൗണ്ടറി ആണ്. ദാറ്റ് സർഫസ് ഈസ് ബൗണ്ടഡ് ബൈ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി എന്ന് പറഞ്ഞാൽ ആ സർഫസിന്റെ ബൗണ്ടറിയാണ് ഈ സി എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇതിനകത്ത് നമ്മൾ ഗോസ് ഡൈവർജൻസ് തിയറത്തിൽ നമ്മൾ കണ്ടായിരുന്നു സിഗ്മ എന്ന് പറയുന്ന സർഫസ് എൻക്ലോസ് ചെയ്യുന്ന സോളിഡ് ആണ് ജി. അവിടെ ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന അതിനകത്ത് വരുന്ന ആ എൻക്ലോസ് ചെയ്യുന്ന ആ സോളിഡിനെയാണ് ജി എന്ന് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല കേസ്. സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ഉണ്ട്, അത് ഓറിയന്റഡ് സർഫസ് ആണ്. അതിന്റെ ബൗണ്ടറി, ആ സർഫസിന്റെ ബൗണ്ടറി. ഓക്കെ, ഇപ്പൊ ആ സർഫസിന്റെ ബൗണ്ടറി ചിലപ്പോൾ ഒരു സർക്കിൾ ആയിരിക്കാം, ഒരു റെക്ടാംഗിൾ വരാം സർഫസിന്റെ ബൗണ്ടറി. അതേപോലെ ആ സർഫസിന്റെ ബൗണ്ടറിയാണ് സി. ആ ബൗണ്ടറി എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ ബൗണ്ടറി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. കൂടാതെ സിയുടെ ഓറിയന്റേഷൻ വിത്ത് പോസിറ്റീവ് ഓറിയന്റേഷൻ, സി പോസിറ്റീവ് ഓറിയന്റഡ് ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ സിഗ്മയ്ക്ക് ഒരു ഓറിയന്റഡ് ആണ്. സിഗ്മ ഒരു ഓറിയന്റഡ് സർഫസ് ആണ്. സിഗ്മയുടെ ബൗണ്ടറി ആണ് സി. സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് ആണ്. കൂടാതെ സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സിഗ്മയുടെ ഓറിയന്റേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആണ്. അതായത് സിയുടെ ഓറിയന്റേഷന് ഓപ്പോസിറ്റ് ആയിരിക്കണം സിഗ്മയുടെ ഓറിയന്റേഷൻ. സോ അതിവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും നിങ്ങൾ ആ ഐഡിയ ക്ലിയർ ആയിരിക്കണം. സിഗ്മയുടെ ഓറിയന്റേഷൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം സിയുടെ ഓറിയന്റേഷൻ. വിത്ത് റെസ്പെക്ട് ടു സിഗ്മയുടെ ഓറിയന്റേഷൻ ആണ് സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ്. അതായത് സിഗ്മയും സിയും ഓപ്പോസിറ്റ് ഓറിയന്റേഷൻ ആയിരിക്കും. അതവിടെ ഇന്നറായിട്ട് അതിൽ അടങ്ങുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആണെങ്കിൽ സിഗ്മയുടെ ഓറിയന്റേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ അത് മനസ്സിലിരുന്നാൽ മതി ആ കാര്യം. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സിഗ്മ എന്ന് പറയുന്ന ഒരു ഓറിയന്റഡ് സർഫസ് ആണ്. അതിന്റെ ബൗണ്ടറി ആണ് സി. സി ക്ലോസ്ഡ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ യൂഷ്വലി തിയറംസിലെല്ലാം പറയുന്ന പോലെ ഒരു വെക്ടർ ഫീൽഡ് എടുക്കുന്നു. ഇഫ് ദ കമ്പണൻസ് ഓഫ് ദി വെക്ടർ ഫീൽഡ് f of xyz is equal to f of xyzi plus g of xyzj plus h of xyzk are continuous. അതായത് ഇതിനകത്ത് ഫംഗ്ഷൻസ് എഫും ജിയും എച്ചും എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. കൂടാതെ അതിനെല്ലാം എന്തുണ്ടായിരിക്കണം? ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇതെല്ലാ തിയറത്തിലും വരുന്ന കാര്യമാണ്. ഓൺ സം ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് സിഗ്മ ആൻഡ് ഇഫ് ക്യാപിറ്റൽ ടി, ഇനി ഇവിടെ എടുക്കുന്നത് ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ടി ഈസ് ദ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടു സി. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ആ ബൗണ്ടറി ആണല്ലോ, ഈ സി എന്ന് പറയുന്ന ആ സർഫസ് സിഗ്മയുടെ ബൗണ്ടറിയാണ് സി. ആ സി എന്ന് പറയുന്ന ബൗണ്ടറിയുടെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. സി എന്ന് പറയുന്നതിന് ടച്ച് ചെയ്തു പോകുന്ന വെക്ടർ, അതാണ് ടാൻജന്റ് വെക്ടർ. ടച്ച് ചെയ്തു പോകുന്ന യൂണിറ്റ് വെക്ടർ ആണ്. അതായത് ലെങ്ത് 1 വരുന്ന വെക്ടർ ആണ് ടി. സോ അങ്ങനെ ആണെങ്കിൽ ദെൻ സ്റ്റോക്സ് തിയറം പറയുന്ന ഇതാണ് ഇവിടെ റിസൾട്ട്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി. നമ്മളിത് ഗ്രീൻസ് തിയറത്തിൽ കണ്ടായിരുന്നു. ഇങ്ങനെ എഴുതിയാൽ എന്താണ്? ഇന്റഗ്രൽ ഇവാലുവേറ്റഡ് അലോങ് എ ക്ലോസ്ഡ് കർവ് സി എന്നാണ്. ഓക്കെ, ഇതിന്റെ മീനിങ്. So integral along the closed curve C f dot t ds.
സോ അതായത് നമ്മൾ അതിനാണ് ഒരു ഇന്റഗ്രലും സർക്കിളും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പടം നമ്മളിവിടെ കൊടുക്കുന്നത്. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന എലോങ് എ ക്ലോസ്ഡ് കർവ് സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് ആണ് സൂചിപ്പിക്കാൻ. ഈ റൗണ്ട് ഈ സർക്കിൾ ഇല്ലാതെ നമുക്ക് വെറുതെയും എഴുതാം. ഓക്കെ, സോ ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ടി ഡി എസ് അഥവാ ലൈൻ ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. സോ ഇവിടെ നോക്കുക, ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രൽ ആണ്. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന എലോങ് സിഗ്മയാണ്, സർഫസ് ആണ് സിഗ്മ. സോ ഡബിൾ ഇന്റഗ്രൽ അലോങ് സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ. സോ ഈ കേൾ ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം വെക്ടർ ആണ്. കേൾ ഓഫ് എ ഫംഗ്ഷൻ ഈസ് എ വെക്ടർ. അതേപോലെ എൻ എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. സോ ഇത് രണ്ടും വെക്ടേഴ്സ് ആണ്. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. സോ ഇതൊരു ലൈൻ ഇന്റഗ്രൽ അലോങ് എ ക്ലോസ്ഡ് സർഫസും സർഫസ് ഇന്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇനി സ്റ്റോക്സ് തിയറത്തിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ എഴുതാം ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എഴുതിയതിനെ. സോ ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടു സി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ടി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി എസ് എഴുതാം. നമ്മുടെ റേഡിയസ് വെക്ടർ ആണല്ലോ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ, അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് എടുക്കുന്നത്. സോ ടി എന്ന് പറയുന്നതിന് ഡി ആർ ബൈ ഡി എസ് ആണ് ടി എന്ന് പറയുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രൽ എടുക്കുകയാണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ടി ഡി എസിൽ ടിക്ക് ഈ ഡി ആർ ബൈ ഡി എസ് കൊടുത്ത് ഇത് എന്താവും എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി എസ് ഡി എസ്. സോ ഡി എസും ഡി എസും ക്യാൻസൽ ചെയ്ത് എന്ത് വരും, ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ. അതായത് നമ്മൾ വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്ത ലൈൻ ഇന്റഗ്രൽ. സോ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ഈ ലെഫ്റ്റ് സൈഡിലെ ഇന്റഗ്രലിന് പകരം ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ടി ഡി എസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ആണ്. സോ ഇതിനെ നമ്മളിപ്പോൾ എഴുതിയ ഈ റിസൾട്ടിനെ നമുക്ക് എങ്ങനെയും മാറ്റി എഴുതാം. Hence Stokes theorem can also be written as closed integral along C f dot dr. f dot t ds ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, f dot dr is equal to double integral over sigma curl of dot n ds. ഓക്കെ, ഈ രീതിയിലും എഴുതാം അല്ലെങ്കിൽ ഈ രീതിയിലും എഴുതാം. ഏത് രീതി വേണമെങ്കിലും സ്റ്റോക്സ് തിയറം എഴുതാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സ്റ്റോക്സ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ്, അതിൻ്റെ ഒരു ഓറിയന്റഡ് സർഫസ് ആണ്. ആ സിഗ്മയുടെ ബൗണ്ടറി ആണ് സി. സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം, കൂടാതെ അതിന്റെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ടി ഡി എസ് അഥവാ ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആറും ഡബിൾ ഇന്റഗ്രൽ അലോങ് സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസും സെയിം ആണ്. അതായത് ഈ ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ എഫ് ഇസ് ഈക്വൽ ടു വൈ എ പ്ലസ് സെഡ് ജെ പ്ലസ് എക്സ് കെ ആൻഡ് എസ് ദ പരാബോളോയിഡ് സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ where z greater than or equal to 0. ഓക്കെ, സോ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാനാ, അതായത് ഈ രണ്ട് ഇന്റഗ്രലും ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം വാല്യൂസ്. സോ ഞാൻ ആദ്യം ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സിയിലാണ്, ലൈൻ ഇന്റഗ്രലാണ് ഞാൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ സർഫസ് സിഗ്മ എന്നല്ല എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എസ് ദ പരാബോളോയിഡ്, അതായത് ഈ പരാബോളോയിഡിന്റെ സർഫസ് ആണ് എസ് എന്ന് പറയുന്നത്. z equal to 1 minus of x square plus y square where z greater than or equal to 0. Okay, the boundary C of the paraboloid S is obtained. ഈ പരാബോളോയിഡിന്റെ ബൗണ്ടറി സി എന്ന് പറയുന്ന ആ സർഫസിന്റെ ബൗണ്ടറി അല്ലേ. സോ ആ സർഫസിന്റെ ബൗണ്ടറി നമുക്ക് കിട്ടണമെങ്കിൽ, ബൗണ്ടറി എന്ന് പറയുമ്പോൾ അത് എക്സ് വൈ പ്ലെയിനിലായിരിക്കും വരിക ബൗണ്ടറി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, കാരണം സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബൗണ്ടറി എവിടെയായിരിക്കും വരിക, ഈ പരാബോളോയിഡ് എന്റെ ബൗണ്ടറി എക്സ് വൈ പ്ലെയിനിലായിരിക്കും വരിക. അത് കിട്ടാൻ വേണ്ടി സെഡിന് 0 കൊടുത്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും, the boundary C of the paraboloid S is obtained by putting z equal to 0 and z equal to 1 minus of x square plus y square. So z ന് ഇവിടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 minus of x square plus y square equal to 0. So x square plus y square is equal to 1, which is the unit circle. So ഈ പരാബോളോയിഡിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സർക്കിൾ ആണ്. സോ നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താണ്, പാരാമെട്രിക് ഫോമിലേക്ക് പോകുന്നു. ഈ സർക്കിളിന്റെ നമുക്ക് ആർ എന്ന് പറയുന്ന വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നൊക്കെ എഴുതണമെങ്കിൽ എന്താണ്, പാരാമെട്രിക് ഫോമിലേക്ക് പോകണ്ടേ. സോ ഈ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇവിടെ റേഡിയസ് 1 ആണ്. സോ എക്സ് ഈക്വൽ ടു ആർ ടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, തീറ്റ അല്ല. സോ എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി. ഇനി സെഡ് എന്താണ്, സെഡ് അവിടെ ഇല്ല. സോ സെഡ് 0 എന്നങ്ങ് എഴുതാം. ഓക്കെ, കാരണം ഞാൻ സെഡ് ജസ്റ്റ് 0 എന്ന് കൊടുക്കാൻ നമ്മൾ എഫ് ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ കെയുടെ കമ്പണന്റ് ഉണ്ട്, ഇവിടെ കെയുടെ കമ്പണന്റ് ഇല്ലോ എന്നൊന്നും കൺഫ്യൂഷൻ വരണം. സോ സെഡ് ഈക്വൽ ടു 0 തീറ്റ സർക്കിൾ അല്ലേ, തീറ്റ വേരീസ് ഫ്രം എന്താണ് 0 to 2π. സോ ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടർ എന്താണ്, എക്സ് ഐ പ്ലസ് വൈ ജെ. സോ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ ഡി ആർ കണ്ടുപിടിക്കുന്നത്. ഇത് ലൈൻ ഇന്റഗ്രൽ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. സോ ഡെറിവേറ്റീവ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഡി ടി എന്ന് വരും, ഡി ടി ഐ പ്ലസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ടി ഡി ടി. സോ ഇൻറ്റു ജെ. സോ ഡി ടി കോമൺ ആണ്. സോ ഞാൻ ഡി ടിയുടെ ഡെറിവേറ്റീവ് അവസാനം എഴുതിയാലും മതി. സോ എനിക്ക് അങ്ങനെ എഴുതാം, മൈനസ് സൈൻ ടി ഐ അല്ലെങ്കിൽ ഡി ടി അതിന് ശേഷം ഔട്ട് സൈഡ് എടുക്കുന്നതായിട്ട് എങ്ങനെ വന്നാലും എന്ത് വരും, മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ഡി ടി. ഇനി എഫ് എന്ന് പറയുന്ന വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്, വൈ ഐ പ്ലസ് സെഡ് ജെ പ്ലസ് എക്സ് കെ.
എക്സും വൈയും സെഡും ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ സെഡും കൂടെ എഴുതി വെച്ചേക്കാൻ മതി. ഇവിടെ സെഡ് ഇല്ല, സോ സെഡ് 0 ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഇവിടെ സെഡ് വരുമ്പോൾ സെഡിന് എന്ത് കൊടുക്കും? എക്സും വൈയും ഉള്ളല്ലോ എന്ന് കൺഫ്യൂഷൻ വരരുത്. സോ ഇതെന്താവും? സൈൻ ടി ഐ പ്ലസ് 0j പ്ലസ് കോസ് ടി കെ. ഇനി എഫ് ഡോട്ട് ഡി ആർ. സോ ഞാൻ സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോമിലാണ് എടുക്കുന്നത്. ക്ലോസ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ. കാരണം എഫ് ഡോട്ട് ടി ഡി എസ് നമ്മൾ ടി എന്ന് പറയുന്ന റേഡിയസ് വെക്ടറെ കണ്ടുപിടിക്കണം. അതിൻ്റെ ഒന്നും കാര്യമില്ല, നമ്മൾ ഓൾറെഡി കണ്ടു ഇതും എന്താണ് സെയിം തന്നെയാണെന്ന്. സോ എഫ് ഡോട്ട് ഡി ആർ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ലൈൻ ഇന്റഗ്രൽ ആണ്. സോ ഈ ഫോമിലെ സ്റ്റോക്സ് തിയറം എടുത്താൽ മതി ചെയ്യാൻ. സോ എഫ് ഡോട്ട് ഡി ആർ, എഫ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഡി ആറും എഴുതി വെച്ചിട്ടുണ്ട്. സോ എന്ത് വരും? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് സൈൻ ടി ഇൻറ്റു സൈൻ ടി. സോ മൈനസ് സൈൻ സ്ക്വയർ ടി, പിന്നെ ഡി ടി ഉണ്ട്. അടുത്ത് ഇവിടെ ജെയുടെ കമ്പണന്റ് കോസ്റ്റ്, ഇവിടുത്തെ കമ്പണന്റ് 0. കോസ്റ്റ് ഇൻറ്റു 0 ചെയ്യുമ്പോൾ 0 ആയിപ്പോവും. നെക്സ്റ്റ് ഇവിടെ കെയുടെ കമ്പണന്റ് ഇല്ല, അതായത് 0 ആണ്. സോ 0 ഇൻറ്റു കോസ്റ്റ് ചെയ്യുമ്പോൾ അതും 0 ആയിപ്പോവും. സോ മൈനസ് സൈൻ സ്ക്വയർ ടി ഡി ടി വരും. ഇവിടെ ഡി ടി ഉണ്ട്. ഓക്കെ. സോ ഇനി ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് എന്താണ്? നമ്മൾ ടിയുടെ വേരിയേഷൻ പറഞ്ഞായിരുന്നു, 0 to 2π ആണ്. സോ ടി വേരീസ് ഫ്രം 0 to 2π. എഫ് ഡോട്ട് ഡി ആർ മൈനസ് സൈൻ സ്ക്വയർ ടി ഡി ടി. സോ സൈൻ സ്ക്വയർ ടിയെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? 1 മൈനസ് കോസ് 2t/2. സോ 1 മൈനസ് കോസ് 2t/2. സോ ആ മൈനസ് 1/2 ആണ് ഔട്ട് സൈഡ് എടുത്ത്. സോ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി മൈനസ് കോസ് 2tയുടെ ഇന്റഗ്രൽ സൈൻ 2t/2. സോ 0 to 2π കൊടുക്കുന്നു. സോ ആൻസർ മൈനസ് പൈ എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം സ്റ്റോക്സ് തിയറത്തിൽ. അതെന്തായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ. ഇവിടെ സിഗ്മ അല്ല, സർഫസ് എസ് ആണ്. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. അതാണ് റൈറ്റിൽ വരുന്ന ഇന്റഗ്രൽ. സോ കേൾ ഓഫ് കണ്ടുപിടിക്കുന്നത് ഡെൽ ക്രോസ് എഫ്. ഡെൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ ബൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്രോസ് എഫ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ക്രോസ് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഡിറ്റർമിൻഡ് ഫസ്റ്റ് റോ ഐ ജെ കെ, സെക്കൻഡ് റോ ഡെല്ലിന്റെ കമ്പണൻസ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, തേർഡ് റോ ഈ വെക്ടറിന്റെ കമ്പണൻസ് വൈ ഇസഡ് എക്സ്. സോ ഐ ഇൻറ്റു എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ വൈ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് മൈനസ് ജെ ഇൻറ്റു എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ ഇസഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ വൈ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഡോ എക്സ് ബൈ ഡോ വൈ എന്താണ്? 0 ആണ്. കാരണം എന്താ? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് എന്നല്ലേ, അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അതെന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ 0 വരും. ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് ഈസ് 1. അതേപോലെ മൈനസ് ജെ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് 1. ഡോ വൈ ബൈ ഡോ ഇസഡ് എന്താണ്? 0 ആണ്. കാരണം വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് വൈ. സോ 0. കെ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് അതേപോലെ എന്താണ്? 0. മൈനസ് ഡോ വൈ ബൈ ഡോ വൈ ഈസ് 1. സോ മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ എന്ന് കിട്ടും. ഓക്കെ. സോ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? കേൾ ഓഫ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എൻ കണ്ടുപിടിക്കണം. എൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ്? നമുക്ക് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എൻ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. എൻ നമുക്ക് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ അതിന് പകരം ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടു ഈ ഇന്റഗ്രൽ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡെൽറ്റ ജി, ഡെൽറ്റ ജി അല്ല ഡെൽ ജി ഡി എ എന്ന് മാറ്റി എഴുതാം. ഓക്കെ. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് സർഫസ് ഇന്റഗ്രൽസ് നിങ്ങൾ എടുത്തു നോക്കുക. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ആ എൻ എന്ന് പറയുന്ന ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ള രീതി അവിടെ പറയുന്നുണ്ട്. അത് സ്പെഷ്യൽ കേസ് വരുമ്പോൾ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, ആ കേസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഡെൽ ഓപ്പറേറ്റർ ഇവാലുവേറ്റ് ചെയ്യുക? ഡെൽ ഓപ്പറേറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നതല്ല, ആ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫോമുല എന്തായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡെൽ ജി ഡി എ. ഓക്കെ. സോ അങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നല്ലേ ഇവിടെ എനിക്ക് ആ പരാബോളയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അതായത് ഏത് ഫോമിലാണ്? സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. സോ അതുകൊണ്ട് നോൺ പാരാമെട്രിക് സർഫസ് ആണ് ഈ തന്നിരിക്കുന്നത്. സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫോമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് ഇതിനെ യുയിലേക്കും വിയിലേക്കും ഒന്നും ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ സെഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. യുയിലേക്കും വിയിലേക്കും ഒക്കെ കൊടുത്ത് ചെയ്യാം, അതിലും എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. ജി ഓഫ് എക്സ് വൈ ഏത് ഫോമിലാണ്? 1 മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഡെൽ ജി എനിക്ക് ക്യാപിറ്റൽ ജി ആയിട്ട് ഞാൻ എന്താ എടുക്കുന്നത്? സെഡ് മൈനസ് ഓഫ് ജി ഓഫ് എക്സ് വൈ. സോ ഇവിടെ എന്ത് വരും? സെഡ് മൈനസ് ഓഫ് ജി ഓഫ് എക്സ് വൈ എന്താണ്? 1 മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ എന്ത് കിട്ടും? സെഡ് മൈനസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഡെൽ ജി എന്ത് വരും? ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് കെ. ഈ രീതി നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് സർഫസ് ഇന്റഗ്രൽസ് പറയുന്ന പോർഷൻ നോക്കിയാൽ മതി. ഓക്കെ. സോ ഡോ ജി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2x. സോ 2x ഐ ഡോ ജി ബൈ ഡോ വൈ 2y, 2y ജെ ഡോ ജി ബൈ ഡോ ഇസഡ് 1 എന്ന് കിട്ടും. സോ 1k.
ഓക്കെ, ഡെൽ ജി കിട്ടി. സോ ഇനി ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്, ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതിനെ നമ്മൾ ആ ഫോമുല വെച്ച് മാറ്റുമ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് സർഫസ് ഇന്റഗ്രൽസിന്റെ ഫോമുലയാണിത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, കേൾ എഫിന് പകരം വെറും എഫ് ആണ് കേട്ടോ. ആപ്ലിക്കേഷൻസ് ഓഫ് സർഫസ് ഇന്റഗ്രൽ നിങ്ങൾ തപ്പുമ്പോൾ കേൾ എഫ് എന്നല്ല, എന്താണ്, നോൺ പാരാമെട്രിക് സർഫസിന്റെ കേസിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണെങ്കിൽ അതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡെൽ ജി ഡി എന്ന് എഴുതും. ഇവിടെ എഫിന്റെ പ്ലേസിൽ കേൾ എഫ് ആണ്, അതുകൊണ്ട് എന്ത് എഴുതും നമ്മൾ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ കേൾ എഫ് ഡോട്ട് ഡെൽ ജി ഡി എ. ഓക്കെ, കേൾ എഫ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താണ്, മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ ഡോട്ട് ഡെൽ ജി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് 2xi പ്ലസ് 2yj പ്ലസ് കെ. സോ ഡോട്ട് കെ, കെ വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി എ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. സോ മൈനസ് 2x മൈനസ് 2y മൈനസ് 1 എന്ന് വരും, dx dy. സോ ഇത് നമുക്ക് ഓവർ ആർ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ വരിക എക്സ് വൈ പ്ലെയിനിലാണ്. ആർ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് വൈ പ്ലെയിനിലാണ്. സോ എക്സ് വൈ പ്ലെയിനിൽ എന്താണ് നമ്മൾ എടുക്കേണ്ടത്, സെഡ് ഈക്വൽ ടു 0 കൊടുക്കും. സെഡ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നമ്മൾ സി എന്ന് പറയുന്ന സർഫസ് അങ്ങനെയാണ് എടുത്തത്. സെഡ് ഈക്വൽ ടു 0 കൊടുത്താൽ സെഡ് ഈക്വൽ ടു 1 മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് അവിടെ കിട്ടും. സോ ഇവിടെ ക്യാപിറ്റൽ ആർ, എക്സ് വൈ പ്ലെയിനിലെ റീജിയൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കിൾ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എക്സിനും വൈക്കും കണ്ടുപിടിച്ചാൽ ഇപ്പം വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ ലിമിറ്റ് പ്ലസ് ഓർ മൈനസ് 1 കിട്ടും. സോ അങ്ങനെ കൊടുത്താൽ ഇവാലുവേറ്റ് ചെയ്യാൻ വലിയ ലിമിറ്റ്സ് ആണ്, വളരെ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, പോളാർ കോർഡിനേറ്റ്സിലേക്ക് ഞാൻ ഇത് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. സോ ട്രാൻസ്ഫോമിംഗ് ദി ഇന്റഗ്രൽ ടു പോളാർ കോർഡിനേറ്റ്സ്, പുട്ട് എക്സ് ഈക്വൽ ടു പോളാർ കോർഡിനേറ്റ്സ്, ഈ സർക്കിളിന്റെ പോളാർ ഇക്വേഷനോ പാരാമെട്രിക് ഫോം ഒന്നും അല്ലോ കേട്ടോ, പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുവാണ് ഈ ഇന്റഗ്രൽ. സോ എന്ത് കൊടുക്കും, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈക്ക് പകരം എന്താ കൊടുക്കുക, ആർ ഡി തീറ്റ. ഇനി നമ്മുടെ പോർഷൻ, ഈ ആറിന്റെ വാല്യൂ തീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അത് ഈ സർക്കിൾ ആർ എന്ന് പറയുന്ന സർക്കിൾ ആണെന്ന് പറഞ്ഞല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അവിടെ നിന്നാണ് നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിൽ റേഡിയസ് എന്താണ്, ആർ വേരീസ് ഫ്രം 0 to 1, തീറ്റ വേരീസ് ഫ്രം, ഇതെന്താണ് യൂണിറ്റ് സർക്കിൾ അല്ലേ, ഇവിടെ തീറ്റ വേരീസ് ഫ്രം എന്താണ് 0 to 2π. സോ അവിടെ നിന്നാണ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടുക, ആ റീജിയൻ ആറിൽ നിന്ന്. ഓക്കെ, സോ അതാണ് ഞാൻ അവിടെ നിന്ന് ഒരു ആരോ കൊടുത്തിരിക്കുന്നത്, ആറിൽ നിന്നാണ് നമുക്കത് കിട്ടുക. സോ ഞാൻ ട്രാൻസ്ഫോം ചെയ്യുന്നു. സോ തീറ്റ വേരീസ് ഫ്രം 0 to 2π, ആർ വേരീസ് ഫ്രം 0 to 1, മൈനസ് 2x ആ. സോ മൈനസ് 2 ഇൻറ്റു ആർ കോസ് തീറ്റ മൈനസ് 2 ഇൻറ്റു ആർ സൈൻ തീറ്റ മൈനസ് 1 എന്ന് വരും. മൈനസ് 2 ഇൻറ്റു ആർ സൈൻ തീറ്റ മൈനസ് 1, ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി തീറ്റ. ഇനി ആറ് വെച്ച് അടുത്ത സ്റ്റെപ്പിൽ ആറ് വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ആറ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. വളരെ എളുപ്പം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് ആർ വേരീസ് ഫ്രം 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം തീറ്റ 0 to 2π എന്ന് പറയുന്ന ലിമിറ്റ്സ് കൊടുക്കുന്നു. സോ ഇതിന്റെ ആൻസറും മൈനസ് പൈ എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും മൈനസ് പൈ ആയിരുന്നു കിട്ടിയത്. സോ എന്ത് കിട്ടി, ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ അല്ല കേട്ടോ, ഇവിടുത്തെ സർഫസ് എസ് ആണ്. ഓക്കെ, എസ് ആണ് എഴുതിക്കോണം ഇവിടെ, കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, സോ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാനാണ്. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ ദി വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 2zi പ്ലസ് 3xj പ്ലസ് 5ik, taking sigma to be the portion of the parabola with z equal to 4 minus x square minus y square for which z greater than or equal to 0 with upward orientation. So ഈ surface sigma orientation upward ആണ്. And C to be positively oriented circle x square plus y square is equal to 4 that transforms the boundary of sigma in the xy plane. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ പരാബോള കിട്ടും. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, സെഡ് ഈക്വൽ ടു 1 മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അവിടെ നമ്മൾ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, സെഡിന് 0 കൊടുക്കണമായിരുന്നു. ഇവിടെ സെഡിന് 0, ഈ പരാബോളോയിഡിന്റെ ഇക്വേഷനിൽ സെഡിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നത്, 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇവിടെ ഡയറക്റ്റ് ആ സർഫസ് സർക്കിൾ അങ്ങ് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ തരാതെയും ചോദിക്കാം, എന്ത് ചെയ്താൽ മതി, അത് കണ്ടുപിടിക്കാൻ സെഡിന് അങ്ങ് 0 കൊടുത്താൽ മതി. സോ ഈ സർക്കിൾ കിട്ടും. ഓക്കെ, സോ ഇത് നേരത്തെ അതേ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു. സോ ആദ്യം ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. സോ ഇവിടെ സി ഇസ് ദ സർക്കിൾ, ഡയറക്റ്റ് വന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. സോ ഈ സർക്കിളിന്റെ പാരാമെട്രിക് ഫോം എഴുതുന്നു. സോ എന്ത് വരും, ഇവിടെ റേഡിയസ് 2 ആണ്. സോ എക്സ് ഈക്വൽ ടു 2 കോസ് ടി, വൈ ഈക്വൽ ടു 2 സൈൻ ടി, സെഡ് ഈക്വൽ ടു 0, ടി വേരീസ് ഫ്രം 0 to 2π. തന്നിരിക്കുന്ന എഫ് എടുത്ത് എഴുതുന്നു, 2zi പ്ലസ് 3xj പ്ലസ് 5ik, എക്സിന്റെ പ്ലേസിൽ 2 കോസ് ടി, വൈയുടെ പ്ലേസിൽ 2 സൈൻ ടി, സെഡിന്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുക. ഇനി എഫ് ഡോട്ട് ഡി ആർ എന്നല്ലേ വരിക, ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ. സോ ആർ എഴുതുന്നു, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ, എക്സ് വൈ സെഡ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നു. ഡി ആർ എടുക്കുമ്പോൾ എന്ത് വരും, 2 ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഐ പ്ലസ് 2 ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ജെ പ്ലസ് 0 കെ ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല.
സോ എന്ത് വരും ഇൻറ്റു ഡി ടി, ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി വരും. ഇനി എഫ് ഡോട്ട് ഡി ആർ എടുക്കുന്നു. എഫ് ഡോട്ട് ഡി ആർ എടുക്കുമ്പോൾ എന്ത് വരും 0 ഇൻറ്റു -2 സൈൻ ടി, അത് 0 ആയിരുന്നു. അടുത്ത 6 കോസ് ടി ഇൻറ്റു 2 കോസ് ടി, സോ 12 കോസ് സ്ക്വയർ ടി വരും. പിന്നെ 10 സൈൻ ടി ഇൻറ്റു ഇവിടെ കെയുടെ കമ്പണന്റ് ഇല്ല, അത് 0 ആണ്. സോ 10 സൈൻ ടി ഇൻറ്റു 0 0, സോ ഇൻറ്റു ഡി ടിയും വരും. സോ എന്ത് വരും 12 കോസ് സ്ക്വയർ ടി ഡി ടി എന്ന് കിട്ടും എഫ് ഡോട്ട് ഡി ആർ. ടിയുടെ വേരിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 0 to 2π ആണ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യാം ലൈൻ ഇന്റഗ്രൽ. ക്ലോസ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ടി വേരീസ് ഫ്രം 0 to 2π എഫ് ഡോട്ട് ഡി ആർ 12 കോസ് സ്ക്വയർ ടി ഡി ടി. കോസ് സ്ക്വയർ ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 1 പ്ലസ് കോസ് 2t/2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇത് വളരെ എളുപ്പമാണ്, 12π കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. കേൾ ഓഫ് കണ്ടുപിടിക്കുന്നു, ഡെൽ ക്രോസ് എഫ്, ഡെൽ എഴുതുന്നു, എഫ് എഴുതുന്നു. ഇനി നമുക്കറിയാം നമ്മൾ ഇവിടെ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുക്കാനൊക്കെ അറിയാം. ഓക്കെ, സോ അതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും 5y + 2j + 3k എന്ന് കിട്ടും. ഓക്കെ, ഇനി കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. സോ എൻ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇന്റഗ്രൽസിലേക്ക് പോവാം. ഇവിടെ സർഫസ് എന്താണ് z = 4 - x² - y². അതായത് z = എന്താണ് g of xy, g of xy എന്ന് പറയുന്നത് 4 - x² - y² ആണ്. സോ നമ്മൾ ക്യാപിറ്റൽ G എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ എടുക്കുന്നു z മൈനസ് ഓഫ് g of xy. സോ എന്ത് വരും z മൈനസ് ഓഫ് 4 - x² - y². സോ എന്ത് കിട്ടും z മൈനസ് 4 + x² + y². നിങ്ങൾ ഈ ക്യാപിറ്റൽ G ഒന്നും എടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾ അതിനുശേഷം നമ്മളൊരു ഫോർമുലയായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. എന്താണ് z = g of xy വരുമ്പോൾ എന്താണ് ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. അതറിയാമെങ്കിൽ അത് എഴുതി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഡെൽ ജി വെച്ച് തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ച് പോയാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ഡെൽ ഇപ്പൊ ജി എഴുതി കണ്ടുപിടിക്കുന്നതും അല്ലാതെ ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ, സോ ജി എഴുതി പ്രോബ്ലം ചെയ്യുന്ന അവിടെ ചെയ്തിട്ടില്ല, ജനറൽ ഫോമുല കണ്ടുപിടിക്കുന്നേ ചെയ്തുള്ളൂ. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടു ജി എടുത്ത് ചെയ്യുന്നത്. സോ ജി എടുത്ത് ചെയ്താലും മതി, ആ ഫോമുല കാണാതെ പിടിക്കണം എന്നൊന്നുമില്ല. സോ എന്ത് വരും ഡെൽ ജി എടുക്കുന്നു, ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ കെ, ഡോ ഇസഡ് കെ ഗ്രേഡിയന്റ് ആണ്. സോ ഡോ ജി ബൈ ഡോ എക്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, എന്ത് കിട്ടും 2x ആണ്. സോ 2x ആയി. ഡോ ജി ബൈ ഡോ വൈ എടുക്കുമ്പോൾ 2yj, ഡോ ജി ബൈ ഡോ ഇസഡ് എടുത്താൽ എന്താണ് 1 ആണ്. സോ പ്ലസ് കെ എന്ന് വരും. ഇനി ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഡബിൾ ഇന്റഗ്രൽ ഓവർ ആ കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി ഡി എ, ഡി എസ് ഡി എ ആവും. സോ കേൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡെൽ ജി നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസും മൾട്ടിപ്ലൈ. സോ 5 × 2x is 10x plus 2 × 2y is 4y plus 3 × 1 is 3 dx dy. ഇനി ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്മുടെ R എന്ന് പറയുന്ന സർക്കിൾ ഏതാണ് x² + y² = 4. അതായത് C എന്ന് പറയുന്ന ആ സർക്കിൾ തന്നെയാണ് R വരിക, XY പ്ലെയിനിലെ റീജിയൻ. സോ അതായത് Z ന് 0 കൊടുത്ത് കിട്ടുന്നത്. സോ ഇവിടെ നമുക്കറിയാം എന്താണ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ വൈയുടെ നമ്മൾ എടുത്താൽ +or-√4 - x², അതേപോലെ x ഉണ്ട് +or-2 വരും ഇതിൽ നിന്ന് സോൾവ് ചെയ്തെടുത്താൽ. സോ അത് ഉപയോഗിച്ച് നമുക്ക് വളരെ പാടാണ് ലിമിറ്റ്സ് ഒക്കെ ചെയ്തു വരാൻ. സോ പാരാമെട്രിക് അല്ല, സോറി പോളാർ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക ഇന്റഗ്രലിനെ. അതിനെന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും പുട്ട് x = r cos θ, y = r sin θ, z = 0 ആണ് കൊടുക്കുന്നത്. z = 0 എന്നുള്ള ഇവിടെ എഴുതണമെന്നൊന്നുമില്ല, ഇവിടെ x ഉം y അല്ലേ ഉള്ളൂ. ഓക്കെ, സോ dx dy ക്ക് പകരം എന്ത് കൊടുക്കും r dr dθ. സോ r വേരീസ് ഫ്രം 0 to 2 ഉം തീറ്റ വേരീസ് ഫ്രം 0 to 2π. അത് ഈ സർക്കിളിൽ നിന്നാണ് കിട്ടുന്നത്. റേഡിയസ് എന്താണ് 2 അല്ലേ വരിക. സോ r വേരീസ് ഫ്രം 0 to 2, തീറ്റ വേരീസ് ഫ്രം 0 to 2π സർക്കിൾ ആയതുകൊണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, തീറ്റ വേരീസ് ഫ്രം 0 to 2π, r വേരീസ് ഫ്രം 0 to 2, 10 × r cos θ പ്ലസ് 4 × r sin θ പ്ലസ് 3 dx dy ക്ക് പകരം r dr dθ. നേരത്തെ അതേ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. r വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം r വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ് വരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് എഴുതി ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസറും 12π. നേരത്തെ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും ഇതേ ആൻസർ 12π ആണ് വന്നത്. സോ നമുക്ക് എന്ത് കിട്ടി സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാനായിരുന്നു. സോ 2 ആണെന്ന് കിട്ടി. ക്ലോസ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ, സ്റ്റോക്സ് തിയറം ഇസ് വെരിഫൈഡ്. ഇനി നെക്സ്റ്റ് ഒരു ഹെഡിങ് നോക്കുക, ഇവാലുവേഷൻ ഓഫ് എ ലൈൻ ഇന്റഗ്രൽ ബൈ സ്റ്റോക്സ് തിയറം. അതായത് നമ്മുടെ സ്റ്റോക്സ് തിയറം പറയുന്ന ഫോമുല ഇതല്ലേ, ക്ലോസ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. നമ്മൾ ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്തപ്പം അവിടെ നമ്മൾ കണ്ടായിരുന്നു ചില ലൈൻ ഇന്റഗ്രലൊക്കെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ലെങ്തിയാണ്. സോ അതിന് പകരം ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ സ്റ്റോക്സ് തിയറം അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സർഫസ് ഇന്റഗ്രൽ ആണ്. ചില കേസുകളിൽ ഈ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്ത് ഇതിനെ ഈ സർഫസ് ഇന്റഗ്രൽ ആക്കി എഴുതി അങ്ങ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോൾ ചില ക്വസ്റ്റിനിൽ ചോദിക്കാം
ഒരു ലൈൻ ഇന്റഗ്രൽ ഫൈൻഡ് ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ബൈ സ്റ്റോക്സ് തിയറം തന്നെ ചോദിക്കാം. അതായത് ഈ ലൈൻ ഇന്റഗ്രൽ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് വാല്യൂവേറ്റ് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈക്വൽ ടു ഇത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ടി ഡി എസ്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ സ്റ്റോക്സ് തിയറം ബേസിക് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ സ്റ്റോക്സ് തിയറം പറഞ്ഞായിരുന്നു ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ അല്ലായിരുന്നു, എന്താണ് ഈ ഫോമിൽ നമുക്ക് എഴുതാം. സോ ഇതെന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ എന്ന ലൈൻ ഇന്റഗ്രൽ തന്നെയാണ്. ഓക്കെ, so evaluate closed integral along C f dot ds where C എന്താണ്, C is the circle x square plus y square is equal to 4. ഇനി z equal to -3 ആണ്. Oriented clockwise as seen by a person standing at the origin. ഒറിജിനിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ അയാൾ ഈ സർക്കിളിന്റെ ഓറിയന്റേഷൻ എവിടെയായിട്ടാണ് കാണുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണുന്നത്. With respect to the right-handed Cartesian coordinate system, with respect to right-handed Cartesian coordinate system, അയാൾ കാണുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് സർക്കിളിന്റെ ഓറിയന്റേഷൻ. ഓക്കെ, ഇനി എഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, കമ്പണൻസ് y എക്സ് സെഡ് ക്യൂബ് മൈനസ് സെഡ് വൈ ക്യൂബ്. സോ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതിയാൽ എന്ത് വരും? y പ്ലസ് എക്സ് സെഡ് ക്യൂബ് ജെ മൈനസ് സെഡ് വൈ ക്യൂബ് കെ എന്ന് വരും. ഓക്കെ, സോ ഇത് നമ്മൾ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് ഇന്റഗ്രൽ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ സിഗ്മ എന്ന് പറയുന്ന സർഫസ് എന്താണ് തന്നിരിക്കുന്നത്? സി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ ആണ്. നമുക്കറിയാം സ്റ്റോക്സ് തിയറത്തിൽ എന്താണ്? സിഗ്മ എന്ന് പറയുന്ന സർഫസിന്റെ ബൗണ്ടറിയാണ് സി. സോ അങ്ങനാണെങ്കിൽ സിഗ്മ എന്ന് പറയുന്ന സർഫസ് എന്താണ്? ഈ സർക്കിളിന്റെ അകത്തെ റീജിയൻ, സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ആ സർഫസ് ആണ് എന്ത്? സിഗ്മ. സോ അതാണ് സിഗ്മ എന്ന് പറയുന്ന ടേം ഇവിടെ ക്വസ്റ്റ്യനിലില്ല. സോ ഞാൻ അതുകൊണ്ട് സിഗ്മ കൊടുക്കുകയാണ് സ്റ്റോക്സ് തിയറം അപ്ലൈ. സിഗ്മ ഇസ് ദ സർഫസ് ബൗണ്ടഡ് ബൈ സി. സി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. കൂടാതെ അവിടെ സെഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എന്താണ്? സെഡ് ഈക്വൽ ടു -3 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? എൻ എന്ന് പറയുന്നത് വേണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്തൊക്കെ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന നോൺ പാരാമെട്രിക് സർഫസ് ആവുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ വരുന്നത്. സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണ്. സെഡിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സും വൈയും ഡിപെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ് എന്നോ വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നോ ഒന്നും എഴുതാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഒരു വേരിയബിൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, കൂടാതെ ഇവിടെ പറയുന്നുണ്ട് ഈ സർക്കിളിന്റെ ഓറിയന്റേഷൻ ക്ലോക്ക് വൈസ് ആണ് എന്ന്. ഓക്കെ, സോ അപ്പം നമ്മൾ എൻ എന്താന്ന് എടുക്കണം. എൻ എന്താന്ന് ഞാനിവിടെ നമ്മളിത് ഈ തന്നിരിക്കുന്നത് കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എൻ എടുക്കുന്നത്. സോ അത് എൻ എന്തായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദെൻ എൻ ഇൻ സ്റ്റോക്സ് തിയറം പോയിന്റ്സ് ടു ദ പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലേക്കായിരിക്കും എൻ വരിക. കാരണം എന്താണ്? നമുക്കിവിടെ സർഫസ് സിഗ്മ ഇസ് ദ സർഫസ് ബൗണ്ടഡ് ബൈ സി. സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. സിയുടെ ഓറിയന്റേഷൻ എന്താണ്? സിയുടെ ഓറിയന്റേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ടല്ലേ? പോസിറ്റീവ് അല്ല, ഓറിയന്റഡ് ക്ലോക്ക് വൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ സെഡിന്റെ വാല്യൂ എന്താണ് വരുന്നത്? -3 അല്ലേ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ എൻ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, എങ്ങനെയാണ് പറഞ്ഞത്? സിയുടെ ഓറിയന്റേഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സിഗ്മയുടെ ഓറിയന്റേഷൻ വരിക എന്നുള്ളത്. സോ അങ്ങനാണെങ്കിൽ ഇവിടെ എൻ എന്ന് പറയുന്ന നോർമൽ വെക്ടർ എങ്ങോട്ടായിരിക്കും വരിക? പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലേക്കല്ലേ പോവുള്ളൂ. എൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. യൂണിറ്റ് നോർമൽ വെക്ടർ ടു ദ സർഫസ് സി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ സി എന്ന് പറയുന്ന സർഫസിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സെഡ് എന്ന് പറയുന്നത് -3 നെഗറ്റീവ് കമ്പോണന്റ് ആണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് അതിനെ ഓറിയന്റ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ എന്നിന്റെ ഡയറക്ഷൻ എനിക്ക് എങ്ങനെ എടുക്കണം? പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലേക്ക് എടുക്കണം. ഇവിടുത്തെ സെഡ് ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കണം. ഇവിടെ സെഡ് നെഗറ്റീവ്, സെഡ് ഈക്വൽ ടു -3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, മൈനസ് സെഡിലേക്കല്ലേ ഡയറക്ഷൻ പോകുന്നത്. സോ അതുകൊണ്ട് സ്റ്റോക്സ് തിയറത്തിലെ എന്നിന്റെ ഡയറക്ഷൻ ഞാൻ എന്തെടുത്താൽ മതി? പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ ആയിട്ട് എടുത്താൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. സോ അതിവിടെ തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഡയറക്ഷൻ ഓറിയന്റഡ് ക്ലോക്ക് വൈസ് ആണ്, as seen by a person standing at the origin with respect to right-handed coordinate system, Cartesian coordinates. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് നമ്മൾ എന്തെടുക്കണം? എൻ എന്ന് പറയുന്ന വെക്ടർ എടുത്താൽ മതി. സോ എൻ ഇസ് ദ എന്താണ്? എന്നിന്റെ ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലേക്കാണ് പോവുക. ഓക്കെ, സോ ദെൻ n in Stokes theorem points to the positive z direction. പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ഡയറക്ഷൻ? കെ അല്ലേ? കെ അല്ലേ? സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള കമ്പണന്റ് എന്താണ്? യൂണിറ്റ് വെക്ടറിന്റെ കമ്പണന്റ് എന്താണ്? കെ അല്ലേ? സോ n is equal to എന്താണ്? 1k എന്ന് എഴുതിയാൽ മതി. സോ അതാണ് n is equal to k എന്ന് പറഞ്ഞെടുത്തത്. സോ ഇവിടെ ഇത് നമുക്ക് തന്നിരിക്കുന്ന സർഫസ് നോൺ പാരാമെട്രിക് സർഫസ് ഒന്നും അല്ല.
സോ പക്ഷെ നമുക്ക് ഇവിടെ ഇതിന് സെഡിന്റെ കമ്പണന്റ് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് -3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ n എന്ന് പറയുന്ന സ്റ്റോക്സ് തിയറത്തിലെ ആ n എന്ന് പറയുന്ന യൂണിറ്റ് നോർമൽ വെക്ടർ നമ്മൾ പോസിറ്റീവ്, ഇവിടെ സെഡിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാം. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ നമ്മൾ ഇത് എടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എന്താ, നമുക്ക് ജസ്റ്റ് ആ സ്റ്റോക്സ് തിയറത്തിലേക്ക് തന്നെ ഒന്ന് ആദ്യം പോവാം. അത് ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ n എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ കേൾ ഓഫ് ഡോട്ട് n ds എന്ന് പറഞ്ഞാൽ ഈ n എന്ന് പറഞ്ഞാൽ ഈ സർഫസിന്റെ യൂണിറ്റ് നോർമൽ ആണ്, യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. ഓക്കെ, സോ ഈ സർഫസിന്റെ യൂണിറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസിന്റെ ഓറിയന്റേഷൻ എന്താണ് ഇവിടെ വരിക? ഇവിടെ നമുക്ക് എന്തിന്റെ ഓറിയന്റേഷൻ ആണ് തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റിനകത്ത്? നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കിവിടെ സി എന്ന് പറയുന്ന സർക്കിളിന്റെ ഓറിയന്റേഷൻ ആണ് ക്ലോക്ക് വൈസ് തന്നിരിക്കുന്നത്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിഗ്മയുടെ ഓറിയന്റേഷൻ എടുക്കേണ്ടത്. ഇവിടെ സെഡ് -3 ആണ്. സോ അതുകൊണ്ട് സി, ഞാൻ സ്റ്റോക്സ് തിയറം പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു സിയുടെ ഓറിയന്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് സിഗ്മയുടെ ഓറിയന്റേഷൻ വരിക. സോ അതുകൊണ്ട് തന്നെ സിഗ്മയുടെ നോർമൽ വെക്ടർ, സിഗ്മ എന്ന് പറയുന്ന സർഫസിലെ നോർമൽ വെക്ടർ ഓറിയന്റേഷൻ ആണ് n കൊണ്ട് സൂചിപ്പിക്കുക. സോ n ഈ സിയുടെ ഓറിയന്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് എടുക്കേണ്ടത്. സോ ഇവിടെ സെഡ് നെഗറ്റീവ് -z വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്, പോസിറ്റീവ് z ഡയറക്ഷനിലേക്കുള്ള വെക്ടർ ആയിട്ട് n എടുത്താൽ മതി. സോ n ഈസ് ഈക്വൽ ടു k. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് എന്താണ് 1k കൊടുക്കുക, കമ്പണന്റ് 1 ആയിട്ട് കൊടുത്താണ്. സോ n ഈസ് ഈക്വൽ ടു k വരും. ഇനി നമുക്ക് എന്താണ്, നമ്മളിത് ലൈൻ ഇന്റഗ്രൽ ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. നമ്മളത് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. സോ കേൾ ഓഫ് ഡോട്ട് n ഉണ്ട്. സോ എഫ് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് എഴുതുന്നു, കേൾ ഓഫ് ഡെൽ ക്രോസ് എഫ്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, -3 × y² z + xz² i + 0j + z³ - 1k. ഇനി n നമുക്കറിയാം എന്താണ്, k എന്ന് പറയുന്ന വെക്ടറാണ്. നമ്മളത് തന്നിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യനിലും സെഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞ n. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് അത് ഇവാലുവേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്സ് തിയറം വെച്ച് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ അല്ലാതെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോലെ ഡെൽ ജി ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഡെൽ ജി ഒക്കെ എടുക്കുന്നെങ്കിൽ നോൺ പാരാമെട്രിക് സർഫസ്, ഇവിടുത്തെ സർഫസ് അതുമല്ല. സോ കേൾ ഓഫും എന്നും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ k ആണ്. സോ അതിനകത്ത് k കമ്പണന്റ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഈ കമ്പണന്റ് ഇൻറ്റു 0 വരും, ഇവിടുത്തെ ജെയുടെ കമ്പണന്റ് 0 ആണ്. സോ എന്ത് മാത്രമേ വരുള്ളൂ, z³ - 1 ഇൻറ്റു കെയുടെ കമ്പണന്റ് ആയ 1. സോ 1 ഇൻറ്റു z³ - 1, ദാറ്റ് ഈസ് z³ - 1. ഇനി z = -3 നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ -3³ - 1, സോ -27 - 1 -28. സോ കേൾ ഓഫിന്റെ വാല്യൂ, കേൾ ഓഫ് ഡോട്ട് n ഇവിടെ -28 അല്ലേ കിട്ടുന്നത്. സോ ബൈ സ്റ്റോക്സ് തിയറം എങ്ങനെയാണ്, ഇന്റഗ്രൽ അലോങ് സി f dot t ds is double integral over sigma curl of dot n ds. That is double integral over sigma അല്ല, ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് n എന്താണ് വരിക, കേൾ ഓഫ് ഡോട്ട് n ഈസ് -28. സോ -28 ഇൻറ്റു ds ന് പകരം എന്ത് കൊടുക്കുന്നു, dx dy. സോ ദാറ്റ് ഈസ് -28 ഔട്ട്സൈഡ് എടുക്കുന്നത്, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ dx dy. ഓക്കെ, സോ അതായത് എന്താണ്, -28 ഇൻറ്റു ഏരിയ ഓഫ് ദ സർഫസ് സിഗ്മ. ഏരിയ ഓഫ് ദ സർഫസ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ r എന്ന് പറഞ്ഞെടുക്കാം. ഓവർ r എടുത്തു കഴിഞ്ഞാലും എന്താണ്, തന്നിരിക്കുന്ന സർഫസിനെ XY പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് r എന്ന് പറഞ്ഞെടുക്കാം കേട്ടോ. ഓക്കെ, സോ ഏരിയ ഓഫ് ദ സർഫസ് r വരും. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഏരിയ ഓഫ് ദ സർഫസ് സിഗ്മ എന്ന് പറഞ്ഞാൽ സിഗ്മ ഏത് സർക്കിൾ എൻക്ലോസ് ചെയ്യുന്നതാണ്, x² + y² = 4 എന്ന് പറയുന്ന സർക്കിളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ആ സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ആണ് സിഗ്മ. അതായത് എന്ത് തന്നെയാണ്, ഏരിയ ഓഫ് ദ സർക്കിൾ x² + y² = 4. കാരണം എന്താ, നമ്മൾ ഈ ഡബിൾ ഇന്റഗ്രൽ ഏരിയ എന്ന് എഴുതുന്നത്, നമുക്കറിയാം ഡബിൾ ഇന്റഗ്രൽ ഗിവ്സ് ദ ഏരിയ. ഇവിടെ ഓവർ സിഗ്മ ആയതുകൊണ്ട് സിഗ്മയുടെ എന്ന് പറയുന്നത് സർഫസിന്റെ ഏരിയ, അതായത് ഈ സർക്കിളിന്റെ ഏരിയ. ഒരു സർക്കിളിന്റെ ഏരിയ എന്താണ്, πr² ആണ്. സോ -28 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 2 ആണ്, 2². സോ -112 പൈ. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഡബിൾ ഇന്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോക്സ് തിയറം വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും ഈ പ്രോബ്ലം. ഇനി യൂസിങ് സ്റ്റോക്സ് തിയറം ടു കാൽക്കുലേറ്റ് വർക്ക്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ബൈ സ്റ്റോക്സ് തിയറം എന്താണ് എഴുതുന്നത്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് സി f dot t ds is equal to double integral of sigma curl of dot n ds. ഇതായിരുന്നു സ്റ്റോക്സ് തിയറം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിനെ മാറ്റി നമ്മൾ എങ്ങനെ എഴുതിയായിരുന്നു, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി f dot dr എന്ന്. സോ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇന്റഗ്രൽ എന്താണ്, വർക്ക് ഡൺ അല്ലേ തരുന്നത്. സോ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോഴും നമുക്ക് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രൽ വർക്ക് ഡൺ ആണ് തരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Where the integral on the left side represents the work performed by the vector field F on a particle that traverses the curve C. Okay. Example. So work done കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചു.
Find the work performed by the vector field f of xyz is equal to x square I plus 4xy cube plus y square xk on a particle that traverses the rectangle C in the plane z equal to y shown in the figure. So f തന്നിട്ടുണ്ട് ഈ പാർട്ടിക്കിൾ പോകുന്ന C എന്ന് പറയുന്ന പ്ലെയിൻ അതേതാണ് z equal to y as shown in the figure. അത് ഫിഗറിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഈ ഫിഗർ നോക്കുക, എക്സ് വൈ സെഡ് ആക്സിസ് ഉണ്ട്. ഈ റെക്ടാങ്കിൾ ആണ് എന്ത് ആ പ്ലെയിൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവേഴ്സസ് ദ റെക്ടാങ്കിൾ സി. സോ സി എന്ന് പറയുന്നതാണ് ഈ റെക്ടാങ്കിൾ. അതിന്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗറിൽ നോക്കുക. ഓക്കെ, സോ ഈ റെക്ടാങ്കിൾ അത് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുവാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ് ആ റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന്റെ ബൗണ്ടറിയാണ് സി. സോ നമുക്കറിയാം സ്റ്റോക്സ് തിയറത്തിൽ എന്താണ് സി എൻക്ലോസ് ചെയ്യുന്ന സർഫസ് ആണ് സിഗ്മ. അതുകൊണ്ട് തന്നെ ആ റെക്ടാങ്കുലർ ഷീറ്റ്, ഈ റെക്ടാങ്കുലർ ഷീറ്റ് ആണ് എന്ത് സർഫസ് സിഗ്മ. അതാണ് ഞാൻ സിഗ്മ എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. വൈ ആക്സിസിൽ വരുന്ന ഇതിന്റെ ആ ലെങ്ത് ആണ് എന്ത് കൊടുത്തിരിക്കുന്നത് 3. അതേപോലെ എക്സ് ആക്സിസിൽ അതിന്റെ ലെങ്ത് എന്ത് കൊടുത്തിട്ടുണ്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ പ്ലെയിൻ ഈ സി എന്ന് പറയുന്ന ഈ റീജിയന്റെ ഇക്വേഷൻ, സി എന്ന് പറയുന്ന ഇവിടെ ഈ ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി എന്താണ് ഏത് പ്ലെയിനിലാണ് വേർ ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവേഴ്സസ് ദ റെക്ടാങ്കിൾ സി ഇൻ ദ പ്ലെയിൻ. ആ പ്ലെയിന്റെ ഇക്വേഷൻ എന്താണ് സെഡ് ഈക്വൽ ടു വൈ. സിഗ്മ എന്ന് പറയുന്ന സർഫസിന്റെ ഇക്വേഷൻ ആണ് സെഡ് ഈക്വൽ ടു വൈ. ഓക്കെ, സോ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ. നമുക്ക് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കേൾ ഓഫ് ഡോട്ട് എൻ ഒക്കെ വരും. സോ നമുക്ക് എഫ് എന്താണ് തന്നിട്ടുണ്ട് ക്വസ്റ്റിന്. കേൾ ഓഫ് ആദ്യമേ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് അറിയാം ചെയ്യാം. സോ കേൾ ഓഫ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2xi മൈനസ് വൈ സ്ക്വയർ ജെ പ്ലസ് 4y³ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടുത്തെ സർഫസ് എന്താണ് തന്നിരിക്കുന്നത് സെഡ് ഈക്വൽ ടു വൈ. സിഗ്മ എന്ന് പറയുന്ന സർഫസിന്റെ ഇക്വേഷൻ ആണ് ഞാൻ പറഞ്ഞു. സെഡ് ഈക്വൽ ടു വൈ പ്ലെയിന്റെ ഇക്വേഷൻ ആണ് വരുന്നത്. സോ സെഡ് ഈക്വൽ ടു വൈ ആണ്. സോ സെഡ് ഈക്വൽ ടു ഏത് ഫോമിലാണ് ജി ഓഫ് എക്സ് വൈ, വേർ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ. സോ നോൺ പാരാമെട്രിക് സർഫസ് ആണ്. സോ സിഗ്മ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സിഗ്മ എൻക്ലോസ്ഡ് ബൈ സി ഈസ് അസൈൻഡ് എ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ടു മേക്ക് ദ ഓറിയന്റേഷൻ ഓഫ് സി പോസിറ്റീവ്. സോ സിഗ്മയ്ക്ക് ഞാൻ ഏത് ഓറിയന്റേഷൻ കൊടുക്കണം സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആക്കാൻ വേണ്ടി. ഓറിയന്റേഷനെ പറ്റി ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം. നമ്മൾ സിഗ്മയുടെ ഓറിയന്റേഷൻ ഓപ്പോസിറ്റ് സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് സ്റ്റോക്സ് തിയറത്തിൽ പറയുന്നത്. സോ സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സിഗ്മയുടെ ഓറിയന്റേഷൻ എടുക്കുന്നത്. സോ അത് നെഗറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും വരിക. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് എന്നാണ് പറയുന്നത്. സോ സിഗ്മ എൻക്ലോസ്ഡ് ബൈ സി ഈസ് അസൈൻഡ് എ ഡൗൺവേർഡ് ഓറിയന്റേഷൻ അഥവാ നെഗറ്റീവ് ഓറിയന്റേഷൻ ടു മേക്ക് ദ ഓറിയന്റേഷൻ ഓഫ് സി പോസിറ്റീവ് ആസ് റിക്വയർഡ് ബൈ സ്റ്റോക്സ് തിയറം. സോ അത് സ്റ്റോക്സ് തിയറത്തിന്റെ ഇത് പറയാനൊരു കാര്യമുണ്ട്, അത് നമ്മൾ ഇന്റഗ്രലിലേക്ക് വരുമ്പോൾ പറയും. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. സിഗ്മയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആകണമെങ്കിൽ ഓറിയന്റേഷൻ പോസിറ്റീവ് ആയിരിക്കണം സ്റ്റോക്സ് തിയറം വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ സിഗ്മയുടെ ഓറിയന്റേഷൻ എന്തായിരിക്കണം നെഗറ്റീവ് അഥവാ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആയിരിക്കണം. ഓക്കെ, ഇനി സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് വർക്ക് കണ്ടുപിടിക്കാൻ പോകണം. ഡബ്ല്യു ഇസ് ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് അഥവാ ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് എടുക്കും. സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് എഴുതാം ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. ഇനി നമുക്ക് നോൺ പാരാമെട്രിക് സർഫസിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇന്റഗ്രൽസിൽ പഠിച്ചായിരുന്നു ഇതിനെ എന്താണ് കേൾ ഓഫ് ഡോട്ട് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി എന്ന് എഴുതാം. ഓക്കെ, ഡെൽ ജി എന്ന് എഴുതാം. ഇവിടെ ഡെൽ ജി നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ, ഡെൽ ജി നിങ്ങൾക്ക് എന്താണ് നമ്മൾ ആ ചാപ്റ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡെൽ ജി ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇത് അപ്വേർഡ് ഓറിയന്റേഷനിൽ ഞാൻ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അവിടെ. അപ്വേർഡ് ഓറിയന്റേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ വെക്ടർ തന്നെയായിരിക്കും നമ്മൾ അവിടെ കൊടുക്കുക. ഇനി സിഗ്മയുടെ ഓറിയന്റേഷൻ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ സിഗ്മയുടെ ഓറിയന്റേഷൻ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന വെക്ടറിന്റെ ഡെൽ ജിയുടെ നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഡെൽ ജി ആയിട്ട് അവിടെ എടുക്കുന്നത്. നമുക്ക് ഡെൽ ജി എന്ന് പറയുന്ന വെക്ടർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുലയുടെ നെഗറ്റീവ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. നിങ്ങൾ ആ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ അവിടെ നമ്മൾ ആ അപ്വേർഡ് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വരുമ്പോൾ അപ്വേർഡ് ഓറിയന്റേഷനും ഡൗൺവേർഡ് ഓറിയന്റേഷനും ഞാൻ ആ തിയറത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ ചെയ്ത് എഴുതുന്നുണ്ട്. സോ അപ്പം ഇവിടുത്തെ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സിഗ്മയ്ക്ക് ഈ ക്വസ്റ്റ്യന് നമ്മൾ ഇത്രയും നേരം തന്നിടത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ഓൾറെഡി തന്നിരുന്നതല്ല. പക്ഷെ ഇവിടെ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് സിഗ്മയും സിയും തമ്മിലുള്ള ഓറിയന്റേഷൻ. കാരണം ഇവിടെ നമുക്കൊരു ഫിഗറിൽ കൂടിയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കണമെങ്കിൽ സിഗ്മയുടെ ഓറിയന്റേഷൻ ഞാൻ എന്തെടുക്കണം ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആയിട്ട് എടുക്കണം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി എന്ന് പറയുന്ന വെക്ടർ എന്താണ് നമ്മൾ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന വെക്ടർ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ എന്നായിരുന്നു. ഇവിടെ നെഗറ്റീവ് ഓറിയന്റേഷൻ ആയതുകൊണ്ട് എന്ത് വരും കെയുടെ കമ്പണന്റ് നെഗറ്റീവ് വരും, ബാക്കി രണ്ടും പ്ലസ്.
സോ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഇതാണ് എടുക്കേണ്ടത് നമ്മൾ. ഓക്കെ, സോ കേൾ ഓഫ് ഡോട്ട് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ ഡി എ. ഓക്കെ, so that is integral from x varies from 0 to 1, y varies from 0 to 3. x varies from 0 to 1 ഉം y varies from 0 to 3 ഒക്കെ എവിടെ കിട്ടി? എവിടുന്ന് കിട്ടി? നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കുക. ഫിഗറിലേക്ക് നോക്കിയാൽ എന്താണ് നമുക്കറിയാം, ഇവിടെ ഇവിടെ ഒറിജിനിൽ നിന്ന് ഇവിടെ നോക്കിയാൽ എക്സിന്റെ വേരിയേഷൻ എക്സ് ആക്സിൽ നോക്കുക 0 മുതൽ 1 വരെയാണ്, അല്ലെങ്കിൽ വൈ ആക്സിസിൽ നോക്കുക 0 മുതൽ 3 വരെയാണ്. സോ ഈ ഫിഗറിൽ നിന്നാണ് വൈയുടെ വേരിയേഷൻ 0 to 3 എക്സിന്റെ വേരിയേഷൻ 0 to 1 എന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ എക്സ് വേരീസ് ഫ്രം 0 to 1, വൈ വേരീസ് ഫ്രം 0 to 3, കേൾ ഓഫ് ഡോട്ട് ഈ വെക്ടർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ കേൾ ഓഫ് നമുക്കറിയാം. അതേപോലെ സെഡ് ഈക്വൽ ടു വൈ ആണ്. സോ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്താവും? 0 ആവും. ഡോ ഇസെഡ് ബൈ ഡോ വൈ 1 വരും. ഓക്കെ, സോ ഈ വെക്ടർ നമുക്ക് എഴുതാം. സെഡ് ഈക്വൽ ടു വൈ എന്ന് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രൽ ആണ്. ഓക്കെ, ലിമിറ്റ്സും അറിയാം. സോ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആൻസർ -19 എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് സർഫസസ് വിത്ത് സെയിം ബൗണ്ടറി കർവ്. അതായത് ചില സർഫസസുകളുടെ ബൗണ്ടറി കർവ് സെയിം ആയിരിക്കും. ഇപ്പൊ സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്ന രണ്ട് സർഫസ് എൻ്റെ ഉണ്ട്. പക്ഷെ രണ്ടിന്റെയും ബൗണ്ടറി കർവ് സി എന്ന് പറയുന്ന സെയിം കർവ് ആണ്. അതായത് ഈ കർവിന്റെ ഇക്വേഷൻ, അതിൽ ബൗണ്ടറിയുടെ ഇക്വേഷൻ സെയിം ആണ്. എന്നാൽ രണ്ട് സർഫസസും ഡിഫറെന്റ് ആണ്, അഥവാ രണ്ടും ഡിഫറെന്റ് ഓറിയന്റേഷൻ ആണ്. ഓക്കെ, സോ ഇൻ സ്റ്റോക്സ് തിയറം ദ ഓൺലി റിലേഷൻഷിപ്പ് between sigma and c is that c be the boundary of sigma. സിഗ്മയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സിഗ്മയുടെ ബൗണ്ടറി ആണ് സി. പിന്നെ കൂടാതെ ഓറിയന്റേഷൻ തമ്മിലും റിലേഷൻ ഉണ്ട്. എന്താണ്? സി ബി പോസിറ്റീവ്ലി ഓറിയന്റഡ് റിലേറ്റഡ് ടു ദ ഓറിയന്റേഷൻ ഓഫ് സിഗ്മ. സോ സി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും റിലേറ്റീവ് ടു ദ ഓറിയന്റേഷൻ ഓഫ് സിഗ്മ. ഓക്കെ, so thus if sigma 1 and sigma 2 are different oriented surface, sigma 1 sigma 2 രണ്ട് different orientation ഉള്ള സർഫസ് ആണെന്ന് വിചാരിക്കുക, but have the same positively oriented boundary curve. എന്നാൽ അതിന്റെ ബൗണ്ടറി കർവിന്റെ ഓറിയന്റേഷൻ സെയിം ആണ്, സെയിം കർവ് ആണ്, സി ആണ്. രണ്ടിന്റെയും ബൗണ്ടറി കർവ് സി ആണ്. ഓക്കെ, സോ സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആണ്. ഓക്കെ, എന്നാൽ സിഗ്മ 1 സിഗ്മ 2 ഡിഫറെന്റ് ഓറിയന്റേഷൻ ആണ്. രണ്ടിന്റെയും ബൗണ്ടറി കർവ് സി ആണ്, സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആണ്. അങ്ങനെ വന്നാൽ നമുക്ക് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ 1 കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസും ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ 2 കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസും സെയിം ആയിരിക്കും. ഏത് സർഫസിൽ ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താലും രണ്ടും സെയിം ആയിരിക്കും. അത് നമുക്ക് സ്റ്റോക്സ് തിയറത്തിൽ നിന്ന് കിട്ടുന്ന. കാരണം എന്താണ്? ഇത് രണ്ടും ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? കാരണം സിഗ്മ 1 ഓറിയന്റേഷൻ ഓപ്പോസിറ്റ് ആണ് സിയുടെ ഓറിയന്റേഷൻ, സി പോസിറ്റീവ്ലി ഓറിയന്റഡും ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ 1 കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസ്. അതേപോലെ തന്നെ സിഗ്മ 2ന്റെ ഓറിയന്റേഷൻ നെഗറ്റീവും സിയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ്. സോ ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ 2 കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ എന്ന് എനിക്ക് എഴുതാം. സോ ഈ രണ്ട് ഇന്റഗ്രലും എന്താണ്? ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആറുമായിട്ട് ഈക്വൽ ആണ് സ്റ്റോക്സ് തിയറം വെച്ചിട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ഇന്റഗ്രൽസും സെയിം ആണെന്ന് കിട്ടും. സോ ഇത് സ്റ്റോക്സ് തിയറത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. കാരണം എന്താണ്? ഈ രണ്ട് ഇന്റഗ്രലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറുമായിട്ട് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുക.